സാറേ, PC ജോർജിന്റെ ലവ് ജിഹാദ് പരാമർശവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പരാതികൾ വന്നിരുന്നു. അത് യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും എല്ലാ സ്റ്റേഷനിലെല്ലാം പോയി പരാതി കൊടുക്കുകയാണ്. ഇദ്ദേഹത്തെ വീണ്ടും ജയിലിലേക്ക് അടയ്ക്കുമെന്ന ഒരു നിർദ്ദേശം തന്നെ അവർ നൽകുന്ന രീതിയിലായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം വരുന്നത്, ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നിയമോപദേശം തേടിയിരുന്നു. ആ നിയമോപദേശവുമായി ബന്ധപ്പെട്ട് കേസ് എടുക്കണ്ടെന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന സംശയം. എന്താ നിയമോപദേശം? എന്താ അഭിനന്ദന്റെ മറിച്ച് എന്താ പറയാനുള്ളത്? ഇത് VS അച്യുതാനന്ദനെ അറസ്റ്റ് ചെയ്യണ്ടേ? അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ ആദ്യമായിട്ട് വെളിവാക്കിയത് VS അച്യുതാനന്ദനാണ്. ഓർക്കുന്നുണ്ടോ? അതിപ്പോഴും പബ്ലിക് സ്പേസിൽ ലഭ്യമാണ്. എന്താ VS അച്യുതാനന്ദനെ അറസ്റ്റ് ചെയ്യാത്ത? ഇത് നടക്കുന്നുണ്ട്. 2047 കേരളത്തെ ഒരു ഇസ്ലാമിക സംസ്ഥാനമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഇത് നടക്കുന്നു. പരസ്യമായിട്ട് ആരെയും പേടിച്ചു എന്നല്ല പറഞ്ഞത്, പരസ്യമായിട്ട് PC ജോർജിനെ തന്നെ. എന്താ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ, കേസ് കൊടുക്കാൻ? എന്താ യൂത്ത് ലീഗിൻ്റെ നേതാവ് എന്തേ മീശ കൊടുത്തിട്ടില്ലേ? അന്നേരം ഇത് യൂത്ത് ലീഗ് മാത്രമല്ല, SDPI ആണ് ഇതിനെ ജോർജിനെ ജയിലിൽ കയറ്റിയിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. അങ്ങനെ ലവ് ജിഹാദിനെതിരെയുള്ള ആ തിരുവായ്ക്ക് എതിർവായി അങ്ങ് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഇനിയും പറയും, പലരും പറയും PC ജോർജിനെ കൊന്നതിന് മകൻ പറഞ്ഞിട്ടുണ്ട്. പറയും, ആരെങ്കിലും ഏറ്റെടുക്കും. അച്ഛന്റെ നാക്ക് കൂട്ടി പോലീസിനെ ഏൽപ്പിക്കാൻ കഴിയില്ല. ഒരു പക്ഷേ നിങ്ങൾ വിജയിച്ചേക്കും. 2047 ഒരു ഇസ്ലാമിക ഭൂരിപക്ഷ സംസ്ഥാനമാക്കി ഇതിനെ മാറ്റിയേക്കാം. മലപ്പുറത്തിനെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ മാറ്റുന്നത് വലിയ കാര്യമൊന്നുമല്ല. സന്താനോൽപാദനം വർദ്ധിപ്പിച്ചും മറ്റു മതങ്ങളിൽ നിന്ന് ആളുകളെ ആകർഷിച്ചും അങ്ങനെയൊക്കെ കൊണ്ടുവരാൻ നിങ്ങൾ പറ്റും. സാധിക്കില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഈ സത്യം പറയുന്നവരെല്ലാം അങ്ങ് അറസ്റ്റ് ചെയ്ത് കളയാം, തീർത്ത് കളഞ്ഞേക്കാം എന്നൊരു വിചാരം വേണ്ട. ഇനിയും പലരും പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയ സ്പേസ് ഉള്ളതുകൊണ്ട് പത്രങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. നിങ്ങൾ അങ്ങനെയൊന്നും ഇല്ലാതാക്കാൻ പറ്റുകയില്ല, സത്യത്തിൻ്റെ വായി മൂടിക്കെട്ടാൻ പറ്റുകയില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അതുപോലെ തന്നെ TP സെൻകുമാർ പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നടക്കുന്നുണ്ട്. പരസ്യമായിട്ടുള്ള പൊതുമണ്ഡലത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യണ്ടേ? പാലാ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണ്ടേ? അദ്ദേഹം പറഞ്ഞല്ലോ. എന്നാൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്ത? അങ്ങനെ എത്രയോ പേര് പറയുന്നുണ്ട്. ചർച്ചകളിൽ വരുന്ന ക്രിസ്ത്യാനികളെല്ലാം പറയുന്നുണ്ടല്ലോ ഈ കാര്യങ്ങൾ. ഇതെല്ലാവരും കൂടെ ഇസ്ലാമാബാദിനെതിരായിട്ടാണോ പറയുന്നത്? ഇതിനെ എതിർക്കുന്നവർ ചോദിക്കാൻ തെളിവ് എവിടെയെന്നാണ്. ആരാണ് പോയത്? ഏത് പെൺകുട്ടിയാണ് പോയത്? തെളിവ് എവിടെ? ഇതിപ്പോൾ ഇവർക്ക് കഴിയുന്നില്ലല്ലോ. അതെ, നിൻ്റെ അച്ഛൻ ആരാ എന്ന് ചോദിച്ചൊരു കുട്ടിയോട്, എൻ്റെ അച്ഛൻ വളരെ തെളിവ് എവിടെ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ഹാജരാക്കാനാണ്? നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടെന്നെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട, അത്രേ പറയാനുള്ളൂ. ഇനിങ്ങനെ കേസ് കൊടുത്തുകൊണ്ടിരുന്നു. ഇത് നടക്കുന്നുണ്ട്. നടന്നതിൻ്റെ ഉദാഹരണങ്ങൾ, ഭീകരവാദത്തിലേക്ക് വരെ പോയതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ കിട്ടിയിട്ടുണ്ട്. അവർക്ക് പിന്നെ ഈ ഭീകരവാദമായിരുന്നു താല്പര്യം എന്നുള്ളതുകൊണ്ട് അവർ പരസ്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ഇഷ്ടമായിട്ട് പോവുകയാണെന്നും പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇനിയാണെങ്കിലും ഇങ്ങനെ പിടിക്കപ്പെട്ടാൽ പറയുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ട് പോയി. എന്താ കാര്യം? മാധവിക്ക് കുട്ടിക്ക് മറ്റൊരു മതത്തിലേക്ക് പോയിട്ട് മടങ്ങി വരാൻ എങ്ങനെ കഴിയാതിരുന്നോ അതുപോലുള്ള പേടി കൊണ്ട് പലർക്കും അങ്ങനെ തന്നെ പറയേണ്ടതായിട്ട് വരും. അതാണ്. പിന്നെ അതുകൂടാതെ സ്റ്റോക്ക്ഹോം സിൻഡ്രോം ഉണ്ട്. ഒന്നാമത് ഈ ആകർഷിക്കുന്ന പ്രധാന ഘടകമെന്ന് പറയുന്നത് പലരും പറയാത്ത കാര്യം, ഈ ആകർഷിക്കാൻ വരുന്ന യുവാക്കൾ അതിസുന്ദരന്മാരായിരിക്കും, നല്ല ഗ്ലാമർ ഉള്ളവരായിരിക്കും. അത് പൊതുവേ ഞാൻ കുറ്റമൊന്നും പറയാതെ നല്ല കാര്യം തന്നെയാണ്. ഈ പാശ്ചാത്യരും ഇന്ത്യക്കാരും ചേർന്നുണ്ടാകുന്ന സന്താനങ്ങൾ എന്ന് പറയുന്നത് വളരെ സുന്ദരന്മാരായിരിക്കും. അവരുടെ രണ്ടിൻ്റെ വൈരൂപ്യമല്ല അവിടെ ചേരുക, സൗന്ദര്യമാണ് ചേരുക. പോസിറ്റീവായിട്ടാണ് ഞാനത് പറയുന്നത്. അതുപോലെ തന്നെ ഈ അറബ് രക്തമുള്ളവരും ഇന്ത്യക്കാരും ചേർന്നുണ്ടാകുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ അതിസുന്ദരന്മാരായിരിക്കും, നല്ല ഗ്ലാമറായിരിക്കും അവർക്ക്. പ്രത്യേകിച്ച് അങ്ങനെയുള്ള ധാരാളം ഉണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒരു അറസ്റ്റിലേക്ക് പോകാൻ ഞാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള ധാരാളം സുന്ദരന്മാരായിട്ടുള്ള ആൾക്കാർ ഇവർ വളരെ സൗമ്യമായിട്ട് പെരുമാറും. അതിനുള്ള അത്യാവശ്യം ആക്റ്റൊക്കെ അവർക്കറിയാം. അങ്ങനെയാണ് ഇവരോട് പെരുമാറുന്നത്. തന്നെയല്ല, മുസ്ലിം ഒരു മതത്തിലെ ആൾക്കാർ തന്നെ ഭൂരിപക്ഷവും സത്യസന്ധരാണ്. പറയുന്നതെല്ലാം അതുപോലെ വിശ്വസിച്ചുകൊണ്ട് വാളെടുക്കുമെന്നുള്ള കുഴപ്പമേ ഉള്ളൂ. അവിടെയാണ് ഈ പ്രശ്നം. അതിനെയാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ചൂഷണം ചെയ്യുന്നത്. സത്യസന്ധര, സ്നേഹിക്കുന്നവരാണ്. അവരെങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ കൊല്ലുകയും ചെയ്യും. എങ്ങനെയെന്ന് വെച്ചാൽ, സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, പിണങ്ങിയാൽ കുത്തിക്കൊല്ലും. അത് സത്യസന്ധനായ പച്ച മനുഷ്യൻ്റെ ഒരു രീതിയാണ്. അതിനെയാണ് എല്ലാവരും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ഇതേ ആളുകൾ തന്നെ വളരെ സത്യസന്ധമായിട്ട് ഈ പെൺകുട്ടികളുമായിട്ട് നിങ്ങൾ ഇടപെട്ടിട്ട് അതിനെ പ്രയോഗിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്യും, ആത്മാർത്ഥമായിട്ട് ചെയ്യും. സംശയമൊന്നുമില്ലാത്ത കാര്യം. അത് തങ്ങളുടെ മതത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടുള്ളൊരു സമൂഹം. അവർ മതമാദ്യം രാജ്യം പിന്നെ എന്ന് വിചാരിക്കുന്നവരാണ്. തങ്ങളുടെ ജീവൻ പോലും മതത്തിന് വേണ്ടി ബലി കഴിക്കുന്ന അത്രയധികം ആത്മാർപ്പണം ആ മതത്തോടുള്ളവരാണത്. ആർക്കറിയാമേത കൂറുള്ളവരാണ്.
കൃത്യമായിട്ട് ഇത് റമദാൻ വ്രതം നോക്കുക, ഒരൊറ്റ മുസ്ലിം കാണില്ല റമദാൻ വ്രതം അനുഷ്ഠിക്കാത്തതായിട്ട്. നല്ല കാര്യമായിട്ടാണ് ദൈവം പറയുന്നത്. പ്രാർത്ഥനകളിൽ മുഴുകൂ. നോക്കൂ, നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങൾക്കും തരും ആഹാരത്തിൻ്റെ പങ്ക്. അത്ര സ്നേഹമുള്ളവരാണ്. നല്ല പോസിറ്റീവ് സൈഡാണ് മതത്തിൻ്റെ. നോക്കൂ, ഇപ്പോൾ അബുദാബി പോലുള്ള രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നോമ്പ് തുറയുടെ സമയത്ത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഭക്ഷണമാണ്. ഒന്നാം തരം ഭക്ഷണം, ഫ്രൂട്ട്സ്, ആപ്പിൾ, മുന്തിരി, അവിടുത്തെ ഈന്തപ്പഴം, ബാക്കി എന്ത് വേണമെങ്കിലും പള്ളികളിൽ നിറയെ വെച്ചിരിക്കുക. നിങ്ങൾക്ക് വയറ് നിറയെ തിന്നാം. ഏതോ സിനിമയും നമ്മൾ കണ്ടു, സത്യമാണത്. നല്ല ഒന്നാം തരം ആഹാരം അവിടെ കിട്ടും. മലപ്പുറത്ത് അതുകൊണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അതൊന്നും കാണില്ല. പക്ഷേ അങ്ങനെയുള്ളൊരു സംസ്കാരം അവർക്കുണ്ട്, മനസ്സിലായി. അപ്പോൾ അത്ര ആത്മാർത്ഥതയും കൂറുമാണ് ആ മതത്തോട് അവർക്കുള്ളത്. ആ രീതിയിലാണ് അവരെ പഠിപ്പിച്ച് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും മതത്തിന് വേണ്ടി ഇത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സുന്ദരന്മാരായി, അങ്ങേയറ്റം സൗമ്യമായ ഭാഷയിൽ അങ്ങനെ വരുമ്പോൾ അല്പം സൗന്ദര്യവും ഇപ്പം പാവമാണെന്നൊരു തോന്നലും ഉണ്ടായി പെണ്ണുങ്ങൾ വീഴും. നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, മുംബൈയിലൊക്കെ പോകുന്ന കണ്ടിട്ടുള്ളതല്ലേ, പെണ്ണുങ്ങൾ തീവണ്ടി കയറിയിട്ടൊക്കെ പോകുന്ന കണ്ടിട്ടുള്ളതല്ലേ. അവരെ വീഴ്ത്താൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ നേരത്തെ ആയിരിക്കണമെന്നുള്ളൂ. ഈ ലൈൻ അടിയൊക്കെ നേരത്തെ ആയിരിക്കണം. താമസിച്ച് കഴിഞ്ഞാൽ അവർ ജോലി ആയി കഴിഞ്ഞാൽ പോടാ എൻ്റെ വട്ടം എന്ന് പറയും. കല്യാണം താല്പര്യമില്ല. PC ജോർജിനെതിരെയുള്ള വിമർശനം അദ്ദേഹം കണക്ക് കൊടുക്കുന്നില്ല എന്നാണ്. കണക്ക് കൊടുക്കാൻ പറ്റില്ല. കണക്കുണ്ട്. തലശ്ശേരിയിലെ ബിഷപ്പിൻ്റെ കയ്യിൽ തന്നെ കണക്കുണ്ട്. പക്ഷേ എൻ്റെ പൊന്നച്ചോ കണക്ക് കൊടുക്കും. കുമ്പസരിക്കാം, പക്ഷേ ഈ കണക്ക് പുറത്ത് കൊടുക്കല്ലേ. കാരണം എന്താ, കുടുംബം പിന്നെ ആത്മഹത്യ ചെയ്താൽ മതി. ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആത്മഹത്യ ചെയ്താൽ മതി. കാരണം മതം മാറിക്കഴിഞ്ഞു, ബന്ധങ്ങൾ മാറിക്കഴിഞ്ഞു, കുടുംബക്കാരെല്ലാം കുറ്റപ്പെടുത്തും. ഞാനതിനെ സമൂഹത്തെ കുറ്റപ്പെടുത്തും. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ഒളിച്ചോടിയെ പോയ പെൺകുട്ടിക്ക് തന്നെ സഹോദരി കാണും, അല്ലെങ്കിൽ സഹോദരൻ കാണും. അത് മാത്രമല്ല, ഞാൻ സമൂഹത്തിനെ അതിനെ കുറ്റപ്പെടുത്തുന്നത്. ഒരാൾ ഒരു ഇസ്ലാമിനെ കല്യാണം കഴിച്ച് ഇങ്ങനെ ലവ് ജിഹാദിലൂടെ പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാരുണ്ടല്ലോ, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ നാട് മുഴുവൻ പറഞ്ഞു വരുത്തും. നമ്മുടെ സമൂഹത്തിനെ തന്നെ കുറ്റപ്പെടുത്തുന്നത്. സഹതാപത്തോടു കൂടിയല്ല, പരിഹാസത്തോടു കൂടിയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ പേര് വെളിപ്പെടുത്താൻ മനസ്സിലായത്. അത് ഈ ലവ് ജിഹാദിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ കുഴപ്പമാണ്. സമൂഹത്തിൻ്റെ കുഴപ്പം സഹതാപത്തോട് കാണേണ്ടതെന്ന് പറയുമ്പോൾ ഇവളിങ്ങനെ ലവ് ജിഹാദ് പോയി, തീർന്നില്ലേ, അതിൻ്റെ ഭാവി കോമ്പടഞ്ഞില്ലേ. ഇത് ഒഴിവാക്കേണ്ട കാര്യം തന്നെയാണ്. അവിടെയാണ് ഈ പ്രശ്നം ആവിർഭവിക്കുന്നതെന്ന് തോന്നുന്നു. ഇത് പറയാൻ മടിക്കുന്നത് അത്ര അവഹേളനത്തിന് പാത്രമായി തീരും. പക്ഷേ ഇതൊക്കെ ഉണ്ട്. ഇതിന് എങ്ങനെയായിരിക്കും ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുക? മതങ്ങൾ തമ്മിൽ തന്നെ സംസാരിച്ച് ഒരു കൃത്യമായ ഒരു പരിഹാരം കാണുന്നതല്ലേ നല്ലത്? അനുഭവിക്കുമ്പോൾ പരിഹാരമായിക്കോളുന്നത് പറയാം. കാരണം ഇതൊരു വലിയ നമ്മുടെ ഈ മയക്കുമരുന്നിൻ്റെ കാര്യം പറഞ്ഞ പോലെ വലിയ ഒരു പ്രസ്ഥാനമായിട്ട് ലോകമാകെ വരുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. അല്ല ഇവിടെ RSSനോടുള്ള ഒരു റിയാക്ഷനായിട്ട് വരുന്നതൊന്നും അല്ലിത്. ആഗോള ഇസ്ലാമിക വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്, മനസ്സിലായോ? അപ്പോൾ ഇത് ഡ്രഗ് മാഫിയയുമായിട്ടും ബന്ധമുണ്ട്, അതിൻ്റെ പണം ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. ആ തരത്തിൽ വലിയ അർത്ഥത്തിൽ പോകുന്ന ഒന്നാണ്. ഇപ്പോൾ കണ്ടില്ലേ, സിറിയയിൽ തന്നെ കണ്ടില്ലേ, സിറിയയിൽ എന്താ സംഭവിക്കുന്നത്? സമാധാനമുണ്ട്. ലെബനണിൽ എന്താ സംഭവിക്കുന്നത്? ഗാസയിൽ എന്താ സംഭവിക്കുന്നത്? അതൊരു മനോനിലയാണ്. ഒരു വിഭാഗം ആൾക്കാരുടെ ഒരു മനോനിലയാണ്. അതിൽ നിന്നും മോചനമില്ല. അതിന് പിന്തുണ കൊടുക്കാൻ ചില മാധ്യമങ്ങളുമുണ്ട്. നമ്മൾ ബുദ്ധിജീവികളെന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുമുണ്ട്. അതിന് വടം വെച്ച് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ എതിർത്ത് പറയുന്നവർ വർഗീയവാദികളും ചാണക സംഘികളുമായിട്ട് തിരിയുക. അപ്പോൾ അവിടെ നമ്മൾ നിസ്സഹായരാണ്. മുന്നോട്ട് പോട്ടെ, ഇവിടം വരെ പോകട്ടെ എന്ന് കാണുക എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ ധൈര്യമായിട്ട് ആളുകൾ മുന്നോട്ട് വന്നിട്ട് ഈ കണക്കുകൾ കൊടുക്കാൻ തയ്യാറാകണം. അങ്ങനെ രക്തസാക്ഷികൾ ഉണ്ടാവണം. അപ്പോൾ മാത്രമാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവും. അത് വരേണ്ടി വരും. കാരണം ഇങ്ങനെ കുറേ ആയി കഴിയുമ്പോൾ സത്യങ്ങൾ അങ്ങനെ തമസ്കരിക്കപ്പെടുകയില്ല, അതിൻ്റെ വായ് മൂടപ്പെട്ട് കിടക്കുകയില്ല. VS അച്യുതാനന്ദനെ പോലുള്ള ഒരാൾ വർഗീയമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടെന്ന് പറയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് തെറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? കാര്യങ്ങൾ പഠിച്ച് പറയുന്ന ആളാണ് അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് സംസ്കാരമുള്ളവനാണ്. പഠിക്കാതെ വായിത്തൊന്നും വിളിച്ച് പറയുകയില്ല. അതാണ് കമ്മ്യൂണിസ്റ്റ് സംസ്കാരം. ഇപ്പോഴത്തതിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുണ്ട്. പലരും എന്നോട് പറഞ്ഞൊരു കാര്യം കൂടെ പറയാം. ഇത് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പൊടി കൊടുത്തുകൊണ്ട് അവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞൊരു പിതാവിനെ എനിക്കറിയാം. പേര് ഞാൻ വെളിപ്പെടുത്തണോ? വേണ്ട. അത് അദ്ദേഹത്തോട് ചെയ്യുന്ന ക്രൂരതയായിരിക്കും. ഇത് എനിക്കറിയില്ല, ഇത് ലവ് ജിഹാദാണോ അതോ ശരിയായ പ്രണയമാണോ? കാരണം ഭീകരവാദത്തിനൊന്നും പോയിട്ടില്ലത്, മതം മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി ഒരു ദളിതനെ വിവാഹം കഴിച്ചപ്പോൾ ഇപ്പോൾ അരക്ഷിതാവസ്ഥ, വീട്ടുകാർ മുഴുവൻ തള്ളി പറഞ്ഞു, വീട്ടുകാർ ഭ്രഷ്ട് കൽപ്പിച്ചു.
പുറത്തായി. ഒരു 5 പൈസയുടെ സ്വത്ത് പോലും ആ വീട്ടിൽ നിന്നില്ല. മനസ്സിലായോ? ഈ കുട്ടി മതം മാറിയിട്ടില്ല, അയാളും മതം മാറിയിട്ടില്ല, രണ്ടായിട്ട് ജീവിക്കുന്നു. പക്ഷേ ആ കുട്ടി അരികുവൽക്കരിക്കപ്പെട്ടു. വലിയ വലിയ കഷ്ടത്തിലാണ് ആ കുട്ടി ഇന്ന് കഴിയുന്നത്. കുടുംബത്തിൻ്റെ സ്വത്ത് കിട്ടില്ല, തള്ളിക്കളഞ്ഞു. മക്കളായിട്ടുള്ള ആ പേരിൽ നിന്ന് അവരെ വെട്ടിക്കളഞ്ഞു. ഇസ്ലാം സമുദായത്തിൽപ്പെട്ട മധ്യ കേരളത്തിൽ നിന്ന്, മധ്യ കേരളമല്ല, ആ വടക്കൻ കേരളത്തിൽ നിന്ന് തന്നെയുള്ളതാണ്. പേര് വെളിപ്പെടുത്തണം. ഇത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് എന്ത് വൈഷമ്യങ്ങളാണ് ഉണ്ടാകുന്നത്? ചതിയല്ലേ ചെയ്യുക. അവിടെ ഒക്കെ അത് ലവ് ജിഹാദൊന്നുമല്ല, പക്ഷേ മതം മാറി കല്യാണം കഴിക്കുന്നതിൻ്റെ പേരിലുണ്ടാകുന്ന റെപ്പർക്കഷൻ. ഇതിന് ഞാൻ സമൂഹത്തിനെ കുറ്റം പറയും. മിശ്ര വിവാഹങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ശരിയായിട്ടുള്ള മതസൗഹാർദ്ദത്തിനുള്ള മാർഗം. അതുമാത്രമാണ് ഇതിന് പരിഹാരം എന്നെനിക്ക്. അവിടെ പക്ഷേ മതം മാറരുത്. മിശ്ര വിവാഹമാണ് ഞാൻ പറഞ്ഞ, രണ്ടുപേരും ആ മതങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കണം, മാറരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.